22 तक पढ़ाई, 25 पे नौकरी, 26 पे चौकरी, 30 पे बच्चे, 60 पे रिटायरमेന്റ് और फिर മൗത്ത് കാ ഇന്തിസാർ എന്ന് വെച്ചാൽ 22 വരെ പഠനം, 25 ജോലി, 26 കല്യാണം, 30 കുട്ടികൾ, 60 റിട്ടയർമെന്റ്. അത് കഴിഞ്ഞ് നിന്നിലേക്ക് ആസന്നമായി കൊണ്ടിരിക്കുന്ന മരണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇതല്ലേ ജീവിതം? ഏസി ജിന്ദഗി തോടി ജീനാ ചാത്താവുമേ. ഇങ്ങനെ ഒരു ലൈഫ് എനിക്ക് ജീവിക്കണ്ട. കേൾക്കുമ്പോൾ മൊത്തത്തിൽ ഒരു വട്ട് സെറ്റപ്പ് അല്ലേ? യെസ്, അതാണ് ഈ പടത്തിന്റെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ 20കളിൽ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ കെട്ടുപാടുകളെല്ലാം വലിച്ചെറിഞ്ഞ് ഓടാനും പറക്കാനും ഒക്കെ ഉള്ള ടെൻഡൻസി നിങ്ങൾക്ക് വരും. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കെട്ടുപാടുകളെല്ലാം പുറകിലേക്ക് വലിച്ചെറിഞ്ഞ് നമുക്ക് ലോകം കറങ്ങി നടക്കാൻ പറ്റുമോ? കുടുംബം, സാമൂഹിക അന്തരീക്ഷം, സാമ്പത്തികം, ഇങ്ങനെ നമ്മളെ പലതും പിടിച്ച് വലിക്കില്ലേ? ഇതാണ് ഈ സിനിമ കണ്ടാലുള്ള ഒരു കുഴപ്പം. അതിലെ നായകനെ പോലെ ഒരു പട്ടമായി പറക്കാൻ നമുക്കും അതീവ താല്പര്യം കാണും. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ ദുഃഖത്തിലാഴ്ത്തും. എനിവേസ്, സിനിമയുടെ പേര് യേ ജവാനി ഹേ ദിവാനി. ഒരു പക്ക മൂഡ് ചേഞ്ചർ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. പിന്നെ അന്യഭാഷാ സിനിമകൾ, പ്രത്യേകിച്ച് ഹിന്ദി സജസ്റ്റ് ചെയ്യുമ്പോൾ ബ്രോ ഇതിന്റെ മലയാളം സബ് ടൈറ്റിൽസ് ഉണ്ടാവുമോ എന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ ഹിന്ദി തന്നെ അങ്ങ് കാണുക. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ലാംഗ്വേജസ് പഠിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ഫൺ എന്റർടൈനിങ് സിനിമകളിൽ ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി പോലുള്ള ഡയലോഗുകളൊന്നും ഉണ്ടാവില്ല. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. സോ ഗിവ് ഇറ്റ് എ ട്രൈ.